നമ്മളിപ്പോൾ നിൽക്കുന്നത് മാടശ്ശേരി വാട്ടർഫാൾസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് വെള്ളം കുറവാണ്. ഈ കാണുന്ന പാറ കയറി നമുക്ക് അപ്പുറത്ത് പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൻ്റെ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന്. ആനയുടെ കാലിൻ്റെ വലുപ്പത്തിലുള്ള കുഴികളൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതാണ് മാടശ്ശേരി വെയിറ്റിംഗ് ഷെഡ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാടശ്ശേരി വാട്ടർഫാൾസിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാടശ്ശേരി വാട്ടർഫാൾസിലെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വരുന്ന വഴിക്ക് മാടശ്ശേരി വാട്ടർഫാൾസ് നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാവുന്നതാണ്. നമുക്കിത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് പോകണം. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകണം കറക്റ്റ് വാട്ടർഫാൾസ് കാണണമെങ്കിൽ. ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. ഒരു കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അപ്പോൾ ഈ കാണുന്ന റോഡ് വഴി നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പുളി കാണുന്നതായിരിക്കും. അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. പോകുന്ന വഴിക്ക് കുറച്ച് വീടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിന്നൊരു 10-15 മീറ്റർ നടക്കുമ്പോഴത്തേക്ക് ഒരു ഓടിട്ടൊരു കെട്ടിടം കാണാം. അതുവഴി വേണം നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ആ പുളിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പുളിയുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാടശ്ശേരി വാട്ടർഫാൾസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് അമ്പൂരി, ട്രിവാൻഡ്രം അമ്പൂരിക്ക് അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. പുളിയുടെ അവിടെ നിന്ന് ഒരു 10 മീറ്റർ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നേരെ ചെന്നെത്തുന്നത് വാട്ടർഫാൾസിലേക്കാണ് ചെന്നെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേനൽക്കാലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം വെള്ളമുണ്ടെന്ന് അറിയില്ല. നമുക്ക് അവിടെ പോയി നോക്കിയാലേ അറിയാവൂ എത്രത്തോളം വെള്ളമുണ്ടെന്ന്. പ്രകൃതിയുടെ ഒരു പച്ചപ്പൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ മാടശ്ശേരി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ വാട്ടർഫാൾസിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കുറച്ച് നമുക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി നോക്കാം എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. വേനൽക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം കുറവ്. കാരണം ഈ പാറയൊക്കെ നിറഞ്ഞ് കവിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇവിടെ നിറച്ച് വെള്ളമുള്ള സമയത്ത് ഒഴുകി വരുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഈ പാറയുടെ മുകളിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം നമുക്ക് മുകളിലോട്ട്. അവിടെയൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ. വെള്ളത്തിൻ്റെ ആ ഒഴുക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താഴെ നിൽക്കുമ്പോൾ. നിറച്ച് വെള്ളമുള്ള സമയത്ത് നമുക്ക് ഈ പാറ വഴിയൊന്നും നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്രത്തോളം കൂടുതലായിരിക്കും. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പാറ വഴിയൊക്കെ നടന്ന് അതിൻ്റെ മുകളിലോട്ടൊക്കെ പോയി നോക്കാം. സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇപ്പോൾ. പിന്നെ ഫിഷിങ്ങിന് പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ മീനൊന്നുമില്ല. അപ്പോൾ ഫിഷിങ്ങൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസാണ്, നല്ലൊരു പ്ലേസാണ് ഇവിടെ. ഇതൊരു മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മലയോര പ്രദേശത്തിൻ്റെ ഫുൾ ഭംഗിയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ മുകളിലോട്ട് പോകും തോറും വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.